ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നിരവധി വിദ്യാർത്ഥികൾ ചോദിച്ചു കൊണ്ടിരുന്ന സംശയമാണ്, എനിക്ക് കൃത്യമായിട്ടൊരു മറുപടി കൊടുക്കാൻ പറ്റാതെ പോയൊരു സംശയമാണ്. +1 റിസൾട്ട് 2024 എന്ന് പ്രസിദ്ധീകരിക്കുമെന്ന്. അപ്പോൾ കൺഫർമേഷൻ ഡേറ്റ് അല്ലെങ്കിൽ പോലും ഒരു അൺഒഫീഷ്യൽ ഡേറ്റ് എന്ന് പറയാം, അതായത് വരാൻ സാധ്യതയുള്ള ഒരു ഡേറ്റ് എന്ന് പറയാം. ഇപ്പോൾ +1 റിസൾട്ടിനെ കുറിച്ച് നമ്മളിപ്പോൾ അന്വേഷിക്കുമ്പോൾ ജൂൺ 15 എന്നൊരു ഡേറ്റാണ് നമ്മുടെ മുമ്പിൽ വരുന്നത്. റിസൾട്ട് എങ്ങനെ പരിശോധിക്കാം, വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തും കൂടി എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. +1 റിസൾട്ട് 2024 വിദ്യാർത്ഥികൾ +1ൻ്റെ ഡേറ്റ് എപ്പോഴാണ്? നമ്മൾ SLCയുടെ റിസൾട്ട് ഡേറ്റ് പറയുന്നുണ്ട്, +2ൻ്റെ ഡേറ്റ് ഒരു ഏകദേശ കണക്കൊക്കെ പറയുന്നുണ്ട്. പക്ഷേ വിദ്യാർത്ഥികൾ നിരവധിയായി ചോദിക്കുന്നു, +1ൻ്റെ മാത്രം എന്തുകൊണ്ട് സാറേ പറയുന്നില്ല? +1ൻ്റെ ഡേറ്റ് എന്തുകൊണ്ട് പറയുന്നില്ല? കാരണം +1ൻ്റെ റിസൾട്ടിന് ഒരു കൺഫർമേഷനായി ഡേറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് നമുക്കത് ഉറപ്പിച്ചൊരിക്കലും പറയാൻ പറ്റാത്തത്. കാരണം ഒരിക്കലും തന്നെ +1 ഡേറ്റിന് ഇപ്പം നിങ്ങളുടെ SLC റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നത് പോലെയോ +2 റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നത് പോലെയോ വിദ്യാഭ്യാസ മന്ത്രി പത്രസമ്മേളനം വിളിച്ചിട്ട് അനൗൺസ്മെൻറ്റ് ചെയ്യുക ഒന്നുമല്ല എന്ത് ചെയ്യുന്നത് +1 റിസൾട്ടിൻ്റെ കാര്യത്തിൽ ചെയ്യുന്നത്. +1 റിസൾട്ടിൻ്റെ കാര്യത്തിൽ എന്തല്ല, നിങ്ങളുടെ SLCയും +2യും പോലെ വിദ്യാഭ്യാസ മന്ത്രി എന്ത് ചെയ്യില്ല, പത്രസമ്മേളനം വിളിക്കില്ല, ഔദ്യോഗിക ചടങ്ങാക്കില്ല, എന്ത് ചെയ്യും, എപ്പോൾ വേണമെങ്കിലും പുറത്തുവിടാമെന്നുള്ള ഘട്ടത്തിലാണ്. പക്ഷേ എന്തായിരിക്കും, SLCക്കും +2വിനും ശേഷം മാത്രമേ +1ൻ്റെ റിസൾട്ട് പുറത്തുവിടൂ. നിങ്ങളിപ്പോൾ നിങ്ങളുടെ റിസൾട്ട് നോക്കേണ്ട യാതൊരു കാര്യവുമില്ല. SLC റിസൾട്ടും +2 റിസൾട്ടും പുറത്തുവിട്ടതിന് ശേഷം മാത്രമായിരിക്കും എന്ത് ചെയ്യുക, +1 പരീക്ഷാഫലം പുറത്തുവിടുക. ഇപ്പോൾ വരുന്ന ഡേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ജൂൺ 15 പക്ഷേ എന്നാൽ പോലും ഞാൻ ഈ ജൂൺ 15 എന്നുള്ളതിനെ 100% ഞാൻ ഒരിക്കലും കൺഫർമേഷൻ പറയില്ല. കാരണം കഴിഞ്ഞ വർഷത്തെ ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 15. ഈ ജൂൺ 15 എന്ന ഡേറ്റിൽ റിസൾട്ട് വരാൻ സാധ്യതയുണ്ടെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. അന്ന് വരികയും ചെയ്യാം, വരാതിരിക്കുകയും ചെയ്യാം. പക്ഷേ ഒഫീഷ്യൽ ഡേറ്റ് ഇതുവരെയും ഒന്നും വന്നിട്ടില്ല. ഒഫീഷ്യൽ ഡേറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ +1 റിസൾട്ട് വന്നപ്പോൾ സംഭവിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ, തലേ ദിവസം മാത്രമാണ് അനൗൺസ്മെൻറ്റ് ചെയ്തത്. നാളെ 11 മണിക്കും. ഇപ്പോൾ നാളെയാണ് +1 റിസൾട്ട് വരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇന്ന് വൈകുന്നേരമാണ് അനൗൺസ്മെൻറ്റ് ഉണ്ടാകുന്നത്. നാളെ 11 മണിക്കും 2 മണിക്കും ഇടയിൽ റിസൾട്ട് പ്രസിദ്ധീകരിച്ചേക്കും. നാളെ 11 മണിക്കും 2 മണിക്കും ഇടയിൽ റിസൾട്ട് പ്രസിദ്ധീകരിച്ചേക്കും. അത് നമുക്ക് എന്താണ്, റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നതിൻ്റെ തലേ ദിവസം മാത്രമേ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ഉണ്ടാവുകയുള്ളൂ. ചില ഘട്ടങ്ങളിൽ ആ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് പോലും ഉണ്ടാവില്ല. റിസൾട്ട് പ്രസിദ്ധീകരിച്ചതിന് ശേഷം മാത്രമായിരിക്കും അറിയിപ്പുണ്ടാകുക. +1 പരീക്ഷാഫലം 2024 പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ഇപ്പോൾ വരുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 15. പക്ഷെ എന്നാൽ പോലും ഞാനതിനെ ഒരിക്കലും 100% പറയില്ല വിദ്യാർത്ഥികളെ. 100% ഒരിക്കലും ജൂൺ 15 എന്നൊരു ഡേറ്റ് ഞാൻ പറയില്ല. കാരണം കഴിഞ്ഞ വർഷം ജൂലൈ 15. പക്ഷേ വിദ്യാർത്ഥികൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. റിസൾട്ട് വരാനുള്ള ഏകദേശം ടൈം ആകുമ്പോൾ നമ്മുടെ ചാനലിൽ എന്ത് ചെയ്തിരിക്കും, പ്രീമിയർ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിരിക്കും. റിസൾട്ട് പ്രസിദ്ധീകരിച്ചു എന്ന് പറയുന്നത് പ്രീമിയർ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യും. റിസൾട്ട് പ്രസിദ്ധീകരിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും, ആ റിസൾട്ട് പ്രസിദ്ധീകരിച്ചതിന് ശേഷം മാത്രമേ നിങ്ങളിലേക്ക് അത് പബ്ലിക്കായി എത്തുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കയറി നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വിട്ടാൽ മതി. ഇപ്പോൾ വീഡിയോ ഒന്നും വന്നിട്ടില്ല, വരുമ്പോൾ ഒന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വിട്ടാൽ മതി. റിസൾട്ട് പ്രസിദ്ധീകരിക്കുമ്പോൾ ഞാനത് പബ്ലിക്കാക്കുമ്പോൾ നിങ്ങളുടെ ഫോണുകളിലേക്കോ ലാപ്ടോപ്പിലേക്കോ കമ്പ്യൂട്ടറാണ് നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് എന്ത് ചെയ്യും, നോട്ടിഫിക്കേഷൻ വന്നിരിക്കും തീർച്ചയാണ്. അപ്പോൾ റിസൾട്ട് എങ്ങനെ പരിശോധിക്കാമെന്നാണ് വിദ്യാർത്ഥികൾ ചോദിക്കുന്നത്. കേരള results.nic.in എന്ന വെബ്സൈറ്റിലാണ് +1ൻ്റെ പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കുക. കേരള results.nic എന്ന വെബ്സൈറ്റിലായിരിക്കും റിസൾട്ട് പ്രസിദ്ധീകരിക്കുക എന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക.
ഓർത്തിരിക്കുക. അതൊക്കെ നമ്മൾ ആ ടൈം ആകുമ്പം വിദ്യാർത്ഥികൾക്ക് ലിങ്കും കാര്യങ്ങളൊക്കെ തരും, അല്ലെങ്കിൽ ഞാൻ വെബ്സൈറ്റിൻ്റെ ലിങ്ക് എന്ത് ചെയ്യും ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ നൽകുക, അതെങ്ങനെയൊക്കെ നമ്മൾ തരും. പക്ഷെ ഇപ്പം നിങ്ങൾ നിങ്ങളുടെ റിസൾട്ടിൻ്റെ കാര്യം എന്ത് ചെയ്യണ്ട, ഈ മെയ് മാസത്തിൽ നിങ്ങൾ റിസൾട്ട് നോക്കുകയേ വേണ്ട. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. മെയ് മാസത്തിൽ നിങ്ങൾ നിങ്ങളുടെ +1 പരീക്ഷാഫലം നോക്കേണ്ട കാര്യമില്ല വിദ്യാർത്ഥികളെ. കാരണം SLC പരീക്ഷാഫലം ആദ്യം പ്രസിദ്ധീകരിക്കും, ശേഷം +2വിൻ്റെ പ്രസിദ്ധീകരിക്കും. +2വിൻ്റെയും പ്രസിദ്ധീകരിച്ച് എത്രയോ ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും നിങ്ങൾ നോക്കിക്കോ എന്ത് ചെയ്യാൻ പോകുന്നത്, +1ൻ്റെ പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കുന്നത്. കാത്തിരിക്കാം ഏറ്റവും പുതിയ അറിയിപ്പുകൾക്ക് വേണ്ടി. പുതിയ കാണാം. അതുവരേക്കും ബൈ.